എല്ലാവരും ആകാംക്ഷയോടെ ഐഷാപ്പൂറ്റി വന്നാൽ എന്താണ് പറയാൻ പോകുന്നതെന്ന് ഓർക്കുകയായിരിക്കും അല്ലേ? ഞാൻ കോൺഗ്രസിൽ ചേരാൻ വേണ്ടിയല്ല ഇവിടെ വന്നത്, മനസ്സിലായോ? ഞാനൊരു പാർലമെന്ററി മോഹിയല്ല, സത്യം. ഞാൻ നല്ലൊരു ദൈവവിശ്വാസിയാണ്. കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് ദൈവവിശ്വാസം പാടില്ലെന്നൊന്നുമില്ല. ഒരിടത്തും പറഞ്ഞിട്ട് എന്തും ജപിക്കുന്ന ആളും യോഗ ചെയ്യുന്ന ആളുമാണ് ഞാൻ. ഞങ്ങളുടെ വീട്ടിൽ തേവാരമുണ്ട് ഹസ്ബൻഡിന്റെ കുടുംബത്തില്. അന്ധവിശ്വാസം ഇല്ല, അതാണ് എൻ്റെ വിശ്വാസം. മുൻ MLA-യും CPM നേതാവുമായ ഐഷ പോറ്റിയുടെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളും കോൺഗ്രസ് കേന്ദ്രങ്ങളും ഒരുപോലെ പ്രചരിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഐഷ പോറ്റി കോൺഗ്രസിൽ ചേരാൻ തയ്യാറെടുക്കുന്നു എന്നത്. എന്നാൽ ഈ അഭ്യൂഹങ്ങൾക്ക് കോൺഗ്രസ് വേദിയിലെത്തി മറുപടി നൽകിയിരിക്കുകയാണ് മുൻ കൊട്ടാരക്കര MLA കൂടിയായ CPM നേതാവ് ഐഷ പോറ്റി. ഐഷ പോറ്റി ഒരേ സമയം തൻ്റെ കോൺഗ്രസ് പ്രവേശന വാർത്തകൾക്ക് ഒരു വിരാമ വിടുക മാത്രമല്ല ചെയ്തത്, പകരം കോൺഗ്രസിന്റെ നേതാക്കൾക്കും പ്രവർത്തകർക്കും സത്യസന്ധമായ രാഷ്ട്രീയ പ്രവർത്തനത്തെക്കുറിച്ച് ഒരു ക്ലാസ് എടുത്തു കൊടുക്കുക കൂടി ചെയ്തു മുൻ കൊട്ടാരക്കര MLA ആയ ഐഷ പോറ്റി. ഐഷ പോറ്റി 3 ടേം CPM-ന്റെ കൊട്ടാരക്കര MLA ആയി വിജയിച്ച വ്യക്തിയാണ്. അതിൽ 2011 20,000 വോട്ടുകൾക്കായിരുന്നു ഐഷ പോറ്റിയുടെ വിജയമെങ്കിൽ അത് 2016 അവസാന ടേം എത്തുമ്പോൾ 42,000 ഉയർന്നിരുന്നു എന്നത് എത്ര അധികം ജനപ്രിയമായ ഒരു അടിത്തറ ഐഷ പോറ്റി കൊട്ടാരക്കര മണ്ഡലത്തിൽ MLA എന്ന നിലയിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണ്. നമുക്ക് ഐഷ പോറ്റിയുടെ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഒന്ന് കണ്ടു നോക്കാം. ഉമ്മൻചാണ്ടി സാറിനെ പറ്റി അനുസ്മരിക്കാനാണ് ഞാനിവിടെ വന്നത്. അദ്ദേഹത്തിന്റെ ഉള്ളപ്പം 3 ടേണിൽ MLA ആയിരുന്ന ഒരാളെന്നുള്ള നിലയിൽ. പക്ഷെ സ്വാഗത പ്രസംഗത്തിൽ ഒരു വാചകം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഒരു വാചകം പറഞ്ഞിട്ട് മാത്രം അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. അതിന്റെ ഒരു ആമുഖം ബഹുമാനപ്പെട്ട MP പറഞ്ഞു. എല്ലാവരും ആകാംക്ഷയോടെ ഐഷാപ്പൂറ്റി വന്നാൽ എന്താണ് പറയാൻ പോകുന്നതെന്ന് ഓർക്കുകയായിരിക്കും അല്ലേ? പക്ഷേ കോൺഗ്രസിന്റെ കമ്മിറ്റി, നിങ്ങളെല്ലാം എനിക്ക് തരുന്ന സ്നേഹം ഇപ്പോഴുള്ളതല്ല, എത്രയോ വർഷങ്ങൾ ഈ ഓരോ ജോളി വർഗീസ് ഇത് എല്ലാവരുടെയും പേര് ഞാൻ ഓരോരുത്തരെയായിട്ട് പറയുന്നില്ല. അങ്ങനെ സമയം എല്ലാവരും ഇവിടെ ഇരിക്കുന്നവരെ, സ്റ്റേജിലിരിക്കുന്നവരെ മുഴുവൻ ആൾക്കാരും, നമ്മുടെ മൈലം ബാലൻ സഖാവ് ഉൾപ്പെടെ ഇവിടെയുണ്ട്. അതെ, ഞാൻ പേര് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എല്ലാവരെയും ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആൾക്കാർ, അതുപോലെ ഇവിടെ ഇരിക്കുന്ന ഈ മുഖങ്ങളെല്ലാം എത്രയോ വർഷമായിട്ട് എനിക്ക് ഏറ്റവും പരിചിതമാണ്. ഈ ചാണ്ടി ഉമ്മൻ അദ്ദേഹത്തിനെ പക്ഷെ ഞാൻ വല്ലപ്പോഴും അവിടെ അസംബ്ലിയിൽ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ മാത്രമേ പണ്ട് കണ്ടിട്ടുള്ളൂ. ഇപ്പോഴാണ് ആക്റ്റീവായിട്ടെല്ലാം എല്ലായിടത്തും വന്നിട്ടുള്ളത്. അതൊക്കെ സന്തോഷം. നിങ്ങൾ തന്ന സ്നേഹത്തിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. പക്ഷേ ഞാൻ കോൺഗ്രസിൽ ചേരാൻ വേണ്ടിയല്ല ഇവിടെ വന്നത്, മനസ്സിലായോ? ഞാനൊരു പാർലമെന്ററി മോഹിയല്ല, സത്യം. ഞാനൊരു പാർലമെന്ററി മോഹിയല്ല. ഒരു സ്ഥാനത്തിനും വേണ്ടി ഒരിടത്തും പോകുന്നതല്ല. പ്രസ്ഥാനത്തിന്റെ കമ്മിറ്റികളിൽ നിന്നും ചുമതലകളിൽ നിന്നും മാറിയതിന്റെ കാരണം ഞാൻ MLA അല്ലാതെ 2 വർഷം ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തപ്പോൾ എനിക്കുണ്ടായ ചില അപകടങ്ങൾ കൊണ്ട് എനിക്ക് കാലിന് പ്രശ്നം വന്നു, ബാക്ക് പെയിൻ വന്നിട്ട് കുറേ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വന്നു. കുറേ ട്രീറ്റ്മെന്റ്. അത് ഇപ്പം എല്ലാം ഓക്കെ ആയിട്ടുണ്ട്, നല്ലപോലെ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അന്ന് എനിക്ക് വരാൻ പറ്റുന്നില്ലാത്തതുകൊണ്ട് എന്നെ കമ്മിറ്റികളിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ആകെ അങ്ങ് വിട്ടുപോയെന്ന് ഒരിക്കലും നിങ്ങൾ ആരും വിചാരിക്കരുത്. ഇതിനോട് എനിക്ക് പറയാനുള്ള, രാഷ്ട്രീയക്കാരോടും ജനപ്രതിനിധികളോടും എനിക്ക് പറയാനുള്ള ഒരു അഡ്രസ്സ് ഈ അനുസ്മരണ സമ്മേളനത്തിൽ അത് പ്രത്യേകം പറയാനുള്ളത് ഞാൻ സത്യമായിട്ടും കണ്ടിട്ടില്ല. രാഷ്ട്രീയമായിട്ട് ഒരുപാട് വിയോജിപ്പുകളൊക്കെ എല്ലാവർക്കും കാണും. എന്നെ തന്നെ ചീത്ത പറഞ്ഞിട്ടുള്ള എത്ര പേരുണ്ട്. ഞാനുമായിട്ടൊരു ബന്ധമില്ലാത്തതായിരുന്നു ഞാൻ. പക്ഷെ വളരെ പവർഫുൾ ആയത് ഈ രാഷ്ട്രീയത്തിൽ വന്നപ്പോഴാണ്. രാഷ്ട്രീയത്തിലൂടെ ഞാൻ അഡ്വക്കേറ്റ് ആയിരുന്നതിനേക്കാൾ 10 ഇരട്ടി പവർഫുൾ. കാരണം ആ ചന്തമുക്കിലൊക്കെയുള്ള പല നേതാക്കളുടെയും പ്രസംഗത്തിന് ചുട്ട മറുപടി എൻ്റെ കുടുംബത്തിലുള്ള സംസ്കാരം അല്ലതെന്ന് പറയേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ എന്നെ ശക്തരാക്കി. അതിലൊക്കെ എനിക്ക് സന്തോഷമാണ്. അതാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഒരുപാട് ജനങ്ങൾ വക്കീലായിട്ടിരുന്ന ഞങ്ങളുടെ കക്ഷികളെ മാത്രമേ കാണൂ. പക്ഷെ അതൊക്കെ ഞങ്ങളുടെ പ്രസ്ഥാനം തന്നിട്ടുള്ള ഒരുപാട് നല്ല അവസരം തന്നാലും ഞാൻ പറഞ്ഞ പോലെ ജനം തരണം. ജനം വോട്ട് ചെയ്താലേ ആരും ജയിക്കുള്ളൂ. ഈ വിമർശനങ്ങളെ ഞാൻ നന്നായിട്ട് ഉൾക്കൊള്ളുന്നുണ്ട്. ഈ വിമർശനങ്ങൾ എന്നെ കൂടുതൽ ശക്തയാക്കും, അതൊരു സത്യമാണ്. മെന്റലി പവർഫുൾ ആക്കും കേട്ടോ. ഞാൻ നല്ലൊരു ദൈവവിശ്വാസിയാണ്. കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് ദൈവവിശ്വാസം പാടില്ലെന്നൊന്നുമില്ല. ഒരിടത്തും പറഞ്ഞിട്ട് എന്തും ജപിക്കുന്ന ആളും യോഗ ചെയ്യുന്ന ആളുമാണ് ഞാൻ.
ഞങ്ങളുടെ വീട്ടിൽ തേവാരം ഉണ്ട് ഹസ്ബൻഡിന്റെ കുടുംബത്തില്. അന്ധവിശ്വാസം ഇല്ല. അതാണ് എൻ്റെ വിശ്വാസം. എല്ലാം നിങ്ങളോട് ഞാൻ ഇനിയും എൻ്റെ വാക്കല്ല, എൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന, നമ്മളൊരാളെ ഒന്ന് ചിരിച്ചാൽ ആ ചിരിക്കൊരാത്മാർത്ഥത ഉണ്ടാകണം. ഗൗരവത്തിൽ ഇരുന്നിട്ട് നമുക്കൊന്നും സാധിക്കാനേ ഇല്ല, ഒന്നും സാധിക്കാനില്ല. നമ്മൾ എപ്പോഴും നന്മയുള്ളവരാവണം, തുറന്ന മനസ്സാവണം. എന്നെ പറ്റിയൊക്കെ എന്ത് വേണേലും ആർക്കും അന്വേഷിക്കാം. അതാണ് എനിക്കുള്ള ആകെ ഉള്ളൊരു മിച്ചം. എനിക്ക് വളരെ സന്തോഷം എന്നെ കൂടി അംഗീകരിച്ച് അങ്ങനെ ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന ആളാണെങ്കിലും വന്നിട്ട് രണ്ടു വാക്ക് പറയണമെന്ന് പറഞ്ഞതിൽ ഒരുപാട് നന്ദിയുണ്ട്. മുഴുവൻ പേരെയും അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നതിന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.